ആ കേരളത്തിൽ ഇപ്പൊ എവിടെ നോക്കിയാലും പൊറോട്ടയും ബീഫിന്റെയും ചർച്ചയാ. അതെ അതെ എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്കൊന്ന് കയറി അടിച്ചാലോ? ശരിയാ. ഇപ്പൊ ആയെങ്കിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം അതെ പൊറോട്ടയും ബീഫും തന്നെ. അതെ അതെ, വാ എങ്കിലും കയറി കഴിച്ചിട്ട് പോവാം. പിന്നല്ല. മലയാളി ഉള്ളിടത്തോളം കാലം പൊറോട്ടയും ബീഫിൻ്റെയും കാലം ഒരിക്കലും കഴിയുന്നതല്ല. അതങ്ങനെ തന്നെ നീണ്ടു പോകും, അതിന് ചർച്ചയെ അവസാനിക്കുന്നതല്ല. അങ്ങനെ ആ ഒരു വിശപ്പിനിടയ്ക്ക് കയറി ചെന്നത് നമ്മുടെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ റാവിസിലാണ്, കിസൈസിലുള്ള. ഓർഡർ ചെയ്ത പൊറോട്ടയും ബീഫും മുന്നിലെത്തി. ദുബായിലുള്ള ഒട്ടുമിക്ക ഹോട്ടലുകളിൽ നിന്ന് ബീഫും പൊറോട്ടയും കഴിച്ചിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ഹോട്ടലിൻ്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. അത് ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോഴും അതിന് രുചി കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞു വരാറില്ല. പൊറോട്ടയും ബീഫും ഒരു വികാരം തന്നെയാണ്. ദുബായിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ബീഫും പൊറോട്ടയും ആരാമത്തിൽ തന്നെയാണ്. അത് എല്ലാ ദുബായ്ക്കാരും പറയാറുണ്ട്, ആരാമത്തിലെ പൊറോട്ടയും ബീഫും ഒരു വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നാടൻ റെസ്റ്റോറൻറ്റ്സിലെ അൽകുസൈസിലുള്ള നാടൻ റെസ്റ്റോറൻറ്റ്സിലെ ബീഫും നെച്ചോറും. അതുപോലെ തന്നെ നമ്മുടെ ഷേഖ് കോളനിയിലുള്ള GCR കിട്ടും ഒരു കോംബോ, അതായത് ബീഫിൻ്റെ എല്ലുകറിയും പൊറോട്ടയും. അതുപോലെ തന്നെ UAE ഏറ്റവും കൂടുതൽ മലയാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു ഏരിയയാണ് കരാമയിൽ തന്നെ 80% റെസ്റ്റോറൻറ്റും കേരള റെസ്റ്റോറൻറ്റാണ്. ഈ കേരള റെസ്റ്റോറൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ആണെന്ന് അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകാരും പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് കേരളത്തെ താറടിച്ച് കാണിക്കാനും കേരളം നല്ല രീതിയിൽ മതസൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കാനും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയുടെ പുറത്ത് കൊണ്ടുവരുന്ന പല സിനിമകളും കാണും. പക്ഷേ മലയാളി സമൂഹം അതൊന്നും മൈൻഡ് ചെയ്യൂല. പിന്നെ നമ്മൾ കൂടുതൽ ഇത് മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവർക്കൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പം ഇനി എന്ത് പറഞ്ഞാലും പൊറോട്ടയും ബീഫും നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. അതൊരിക്കലും മലയാളികൾ ഒഴിവാക്കുമെന്ന് ഇനി എന്ത് സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഏത് രീതിയിൽ ഇതിനെ ഒരു വംശീയപരമായിട്ടായാലും വർഗീയ ധ്രുവീകരണം നടത്തിയാലും ഏത് രീതിയിൽ എങ്ങനെ അവതരിപ്പിച്ചാലും പൊറോട്ടയും ബീഫും മലയാളിയുടെ വികാരം തന്നെയാണ്. അതൊരിക്കലും മാറത്തില്ല. അതിനി ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ചിലപ്പോൾ ഒരു മലയാളിക്ക് ആദ്യം മനസ്സിൽ വരുന്ന പൊറോട്ടയും ബീഫും തന്നെ ആയിരിക്കും. അതിന് നമ്മൾ എത്ര തവണ കഴിച്ചാലും എത്ര തവണ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതുകൊണ്ട് മലയാളിയുള്ള കാലത്തോളം പൊറോട്ട വിധവേ ആവൂല. റാവ്സിലെ പൊറോട്ടയും ബീഫും നല്ല സൂപ്പർ ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം നമ്മുടെ ആരാമത്തിലെ ബീഫും പൊറോട്ടയാണ്. അതേപോലെ തന്നെ നമ്മുടെ കിസൈസിലുള്ള നാടനിലെ ബീഫും നെച്ചോറും അത് സൂപ്പറാണ്. നല്ലതാണ്, നമ്മളത് പോയി കഴിച്ചിട്ടില്ല. അതേ കണക്ക് തന്നെയാണ് മറ്റേ അലിഫിലെ, നമ്മുടെ ഓഫീസിനടുത്തുള്ള അലിഫിലെ രാവിലത്തെ പൊറോട്ടയും ബീഫും 6 തരത്തിന് കിട്ടത്തില്ലേ, ആ. എന്താ നല്ല ടേസ്റ്റാ. അത് ബജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ ഒരിക്കലും പൊറോട്ടയെ വിധവയാക്കാൻ സമ്മതിക്കൂല. അത്രേ ഉള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും ബീഫും പൊറോട്ടയും കഴിഞ്ഞിട്ട് നമുക്ക് എന്തുള്ളൂ.